സംസ്ഥാനത്ത് ഇന്നും ഉയർന്ന താപനില മുന്നറിയിപ്പുണ്ട്. 2 ഡിഗ്രി സെൽഷ്യസ് മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാമെന്നാണ് മുന്നറിയിപ്പ്. തൃശൂർ, പാലക്കാട് ജില്ലകളിൽ താപനില 38 ഡിഗ്രി വരെ ഉയരാം. പിന്നെ ഈ ചൂടിങ്ങനെ കൂടുകയാണ് എല്ലാ ജില്ലകളിലും. ഇപ്പോൾ തൃശൂർ, പാലക്കാട് ഏറ്റവും പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത് 38 ഡിഗ്രി വരെ കൂടാമെന്നുള്ള തരത്തിൽ. പക്ഷേ ബാക്കി ജില്ലകളിലും ചൂടൊട്ടും കുറവല്ല. തീർച്ചയായും കാലത്ത് സംസ്ഥാനത്ത് ഇന്നും ഉയർന്ന താപനില മുന്നറിയിപ്പ് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 2 ഡിഗ്രി സെൽഷ്യസ് മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാമെന്നാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. പ്രധാനമായും തൃശൂർ, പാലക്കാട് ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തുന്നതും. 38 ഡിഗ്രി വരെ സെൽഷ്യസ് ചൂട് പാലക്കാട്, തൃശൂർ ജില്ലകളിൽ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. കൂടാതെ തന്നെ കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, മലപ്പുറം, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലും താപനില മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. 37 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാമെന്നാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. കൂടാതെ തിരുവനന്തപുരം, ആലപ്പുഴ ജില്ലയിലും ഉയർന്ന താപനില മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇത്തരത്തിൽ സംസ്ഥാനത്തുടനീളമാണെങ്കിലും ഉയർന്ന താപനില മുന്നറിയിപ്പ് നൽകിയ സാഹചര്യത്തിൽ കൂടുതൽ ജാഗ്രതാ നിർദ്ദേശങ്ങളും ദുരന്ത നിവാരണ അതോറിറ്റി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദാഹമില്ലെങ്കിലും വെള്ളം കുടിക്കണം. നിർജ്ജലീകരണത്തിന് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ദാഹമില്ലെങ്കിലും വെള്ളം കുടിക്കണം. പുറത്തു പോകുമ്പോൾ കുട നിർബന്ധമാക്കണം. പാദരക്ഷകൾ ധരിക്കണം. പഴവർഗ്ഗങ്ങൾ മറ്റും കഴിക്കണം. തുടങ്ങിയ കാര്യങ്ങളടക്കം തന്നെ ദുരന്ത നിവാരണ അതോറിറ്റി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടാതെ തന്നെ ഈ ചൂട് കൂടുന്ന സാഹചര്യമായതുകൊണ്ട് തന്നെ ജാഗ്രത പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ സൂര്യതാപ മേഖലയിലുള്ള സാഹചര്യങ്ങളടക്കം കൂടുതലായതുകൊണ്ട് ഈ ജാഗ്രത നിർദ്ദേശങ്ങളടക്കം പാലിക്കണമെന്നാണ് ഇപ്പോൾ ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. കാളിദാസ്. ശരി.